ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണേ. അതിൽ ഓൾ എന്ന ബട്ടൺ മറക്കാതെ പ്രസ് ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കോളിഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കോളിഫ്ലവർ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. കോളിഫ്ലവറിൻ്റെ വേസ്റ്റ് അപ്പം തന്നെ ഞാൻ കവറിലേക്ക് മാറ്റിയിട്ട് അവിടെ ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കോളിഫ്ലവർ ചെറുതാക്കിയിട്ട് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്രിസ്പി കോളിഫ്ലവർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി വെള്ളം തിളച്ച് വന്നിട്ട് നമുക്ക് കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കോളിഫ്ലവറിൻ്റെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കോളിഫ്ലവർ ചെറുതായി കഷ്ണങ്ങളാക്കി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 2-3 തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. കോളിഫ്ലവർ ചൂടുവെള്ളത്തിൽ ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഇനി നമുക്ക് കോളിഫ്ലവറിൻ്റെ വെള്ളം ഒന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് നമുക്കത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ കോളിഫ്ലവർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കോഴിമുട്ടയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഞാൻ കോൺഫ്ലവർ മാവ് 1/4 കപ്പാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അരിപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ക്രിസ്പിയായ കോളിഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കോളിഫ്ലവർ ആദ്യം തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വേവിച്ചത് കൊണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ്. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടാക്കി നോക്കാത്തവരുണ്ട് വെച്ചാൽ വീട്ടിലുണ്ടാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഓൾ.